ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ജാതീയമായ ഈ വേർതിരിവുകൾ അനുഭവിക്കുന്നവർ മറ്റെന്തെങ്കിലും തരത്തിൽ ആ നിലയ്ക്ക് സാമൂഹ്യമായ നീതി നിഷേധിക്കപ്പെടുന്നവരൊക്കെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ പൊതുവെ ഉയർന്ന ഒരു സംഗതി ജാതിയില്ല എന്നങ്ങ് തീരുമാനിച്ചാൽ പിന്നെ ജാതിയില്ല എന്ന മട്ടിലാണ് അതിനെ വിമർശിക്കുന്നവർ കാര്യങ്ങൾ പറയുക. അങ്ങനെ എങ്ങനെ സാധ്യമാകും എന്നുള്ള സംശയം എപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇവരൊക്കെ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഒക്കെ ഈ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ അവർ ജാതിവാദികൾ എന്ന് വളരെ നിസ്സാരമായി ഇവർ മുദ്ര കുത്തിയേനെ എന്നുള്ള ആശങ്ക കൂടിയുണ്ട്. ഉറപ്പായിട്ടും കേരളത്തിൻ്റെ നവോത്ഥാന നായകർ നടത്തിയിട്ടുള്ള സംഭാവനകളുടെ ഇടപെടലുകളൊക്കെ ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ സമൂഹത്തെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിതിരിച്ചിട്ടുള്ള ഇടപെടലുകളായിരുന്നു. ആ മാറ്റങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് കേരളത്തിനെ കേരളമാക്കാൻ അടിസ്ഥാനപരമായ അതിൻ്റെ അടിസ്ഥാനപരമായ ഘടകം അത് തന്നെയായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അത്തരത്തിലുള്ള പൊയ്കേൽ യോഹന്നാൻ്റെ പാട്ട് കേരളത്തിലെ റാപ്പ് ഷോയിൽ പാടാൻ ധൈര്യം കാണിക്കുന്ന ആളാണ് വേടൻ. അത് ചെറിയ കാര്യമല്ല. നമുക്കറിയാം കേരളത്തിൻ്റെ 10,000 വരുന്ന വേദിയിൽ ആ പാട്ടുകൾ പാടാൻ ധൈര്യം കാണിക്കുന്ന ആളാണ് റാപ്പർ വേടൻ. അതുകൊണ്ട് തന്നെ വേടൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. മാത്രമല്ല ഈ പ്രതികരണവുമൊക്കെയായി ബന്ധപ്പെട്ട് വേടനോട് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ പറയുന്ന പോലെ ഒരു വൈകാരികമായ പ്രതികരണമല്ല വേടൻ ഇതിനൊന്നും നടത്തുന്നത്. മറിച്ച് ഇത് എന്നോട് മാത്രമുള്ള പ്രശ്നമല്ല, അതൊരു പൊതു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് കൈകാര്യം ചെയ്യുമ്പോൾ ആ മറുപടിയിലെ പക്വതയടക്കം വളരെ എടുത്തു പറയേണ്ടതാണ്. അത് രാഷ്ട്രീയമായി തന്നെ വിലയിരുത്താനുള്ള വേടൻ്റെ ശേഷി അത് വളരെ പ്രധാനപ്പെട്ടതാണ്.